എഞ്ചിനീയർ ആവണമെങ്കിൽ ജെയ്യും, മെഡിസിൻ ആണെങ്കിൽ നീറ്റും, അതിനപ്പുറം വേറൊന്നുമില്ല. ഇത് കേട്ടിട്ടാണ് കേരളത്തിലെ എല്ലാ സയൻസ് വിദ്യാർത്ഥികളും വളർന്നു വന്നിട്ടുണ്ടാവുക. പക്ഷേ ഇനി അങ്ങോട്ട് സയൻസിൽ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ലീനിയർ അല്ല. കാരണം ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി IIT മദ്രാസിൽ പുതിയൊരു ജനറേഷൻ ഓഫ് എഞ്ചിനീയർമാരെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ എഞ്ചിനീയേഴ്സ് മെക്കാനിക്കൽ പ്രോബ്ലംസ് മാത്രമല്ല സോൾവ് ചെയ്യുന്നത്, മെഡിക്കൽ പ്രോബ്ലംസ് കൂടിയാണ്. ആൻഡ് ഇതിലൊരു വൈൽഡ് പാർട്ട് എന്ന് പറയുന്നത്, ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് ജെഇ വഴിയല്ല, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെയാണ്. സോ നമുക്ക് ഈ ഒരു കോഴ്സിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് കിടക്കാം. BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം 4 വർഷത്തെ ഫുൾ ടൈം ആയിട്ടുള്ള ക്യാമ്പസ് ബേസ്ഡ് ആയിട്ടുള്ള ബാച്ചിലർ ഓഫ് സയൻസ് ഡിഗ്രി കോഴ്സാണ്. ബയോളജിയുടെയും മെഡിസിന്റെയും എഞ്ചിനീയറിംഗിന്റെയും കമ്പ്യൂട്ടേഷന്റെയും ഒരു അമാൽഗമേഷൻ ആണ് ഈ കോഴ്സ്. മെഡിക്കൽ ഡിവൈസസ്, ബയോ സിഗ്നൽ സിസ്റ്റംസ്, ഇമേജിംഗ് ടൂൾസ്, ബയോകെമിക്കൽ സൊല്യൂഷൻസ്, പ്രോസ്തെറ്റിക്സ്, ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് മെഡിക്കൽ AI ഇതുപോലെയുള്ള ഹെൽത്ത് കെയർ ടെക്നോളജിയിൽ പഠനം നടത്താനും ജോലി ചെയ്യാനും കുട്ടികളെ ട്രെയിൻ ചെയ്യുന്ന കോഴ്സാണിത്. അതായത് മെഡിസിൻ എന്ന് പറഞ്ഞ വിഭാഗം ലൈഫ് സേവ് ചെയ്യുകയാണ് എങ്കിൽ ലൈഫ് സേവ് ചെയ്യാനുള്ള ടൂൾസ് ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ എഞ്ചിനീയറിംഗ് ആണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം മെഡിക്കൽ ഡിവൈസുകളും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നവയാണ്. അതിനർത്ഥം നിലവിൽ ഇന്ത്യയിലുള്ള ഈ മേഖലയിൽ ഇന്നോവേഷൻസും ഓപ്പർച്യൂണിറ്റീസും അതിഭയങ്കരമാണ്. വളരെയധികം ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മേഖലയാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് തന്നെ കണ്ടിട്ടാണ് ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എങ്ങനെയിപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു കുറച്ച് വീഡിയോസ് കിട്ടായിരുന്നു. അങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു. ഏകദേശം ഞാൻ +1-ലായിരുന്നപ്പോൾ ഈ കോഴ്സിനെ പറ്റി തന്നെ അറിയാം. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ അതിനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് വന്നപ്പോഴാണ് ഈ കോഴ്സിനകത്തേക്ക് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകുന്നത്. ശരിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം എഞ്ചിനീയറിംഗ് പോകണോ അല്ലെങ്കിൽ അതിലൊരു നീറ്റ് ഇതിനകത്തേക്ക് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ഇടയ്ക്കാണ് ശരിക്കും ഈ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ ഏകദേശം എൻ്റെ ഒരു ഇതിന് മാച്ച് ചെയ്യുന്ന സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോടും നേരത്തെ പലരുടെ കോച്ചിങ് നടത്തിയ സാറന്മാരോട് ഉപയോഗിച്ചപ്പോൾ അവരും ശരിക്കും റിസർച്ചിട്ട് കുഴപ്പമില്ലാത്തൊരു കരിക്കുലമായിട്ട് തന്നെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഞാൻ ഈ കോഴ്സ് പെർസ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള എന്താണ് കാരണം. കോഴ്സിലേക്ക് എത്താൻ ഐസർ ടെസ്റ്റ് വഴി മാത്രമാണ് ശരിക്കും വഴിയുള്ളത്. അഡ്വാൻസിൻ്റെ വഴിയല്ല. ഈ കോഴ്സ് പൂർണ്ണമായിട്ട് ഐസർ ടെസ്റ്റ് വഴിയാണ്. പിന്നെ ഈ അഡ്വാൻസ് വഴി ബാക്കിയുള്ള BS കോഴ്സുകൾ അവിടെ 4 BS കോഴ്സാണ് ഇപ്പോൾ ഉള്ളത്. BS ഫിസിക്സ്, കെമിസ്ട്രി, ബയോസയൻസ്, ഇപ്പോൾ മെഡിക്കൽ സയൻസ് ടെക്നോളജി, അങ്ങനെ 4 അതിനകത്ത് കെമിസ്ട്രി, BS ഈ മെഡിക്കൽ സയൻസ് ടെക്നോളജി ഐസർ ടെസ്റ്റ് വഴിയാണ്. ബാക്കിയുള്ള ഫിസിക്സും ബയോളജിയും അഡ്വാൻസ് വഴിയാണ്. പിന്നെ ഇതേ കോഴ്സിൻ്റെ തന്നെ ഒരു വെർഷൻ IIT ഗുവാഹട്ടിയിലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഈ വർഷം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി നമുക്ക് നോക്കാം. ഐസറിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് കോച്ചിങ് ആണോ നിങ്ങൾ നോക്കുന്നത്? ഐസറിന് വേണ്ടി മാത്രം ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, ഐസറിലെ സ്റ്റുഡൻസ് നിങ്ങൾക്ക് തരുന്ന മെന്റർഷിപ്പ്, വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റുകൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐസർ കോച്ചിങ് പ്രോഗ്രാമിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. ഈ ഫോൺ നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളാവണം. +2 ബോർഡ് എക്സാം പാസ്സായിട്ടുമുള്ള ആളാവണം. +2-ന് നിർബന്ധമായിട്ടും മാത്സ് പഠിച്ചിട്ടുണ്ടാവണം. അതിൻ്റെ കൂടെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതിലേതെങ്കിലും 2 സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. +2-ന് പഠിക്കുന്ന ഒരു കുട്ടിക്കോ, +2 കഴിഞ്ഞ് റിപ്പീറ്റർ ആയിട്ടുള്ള ഒരു കുട്ടിക്കോ, റിപ്പീറ്റർ ആയിട്ടുള്ള ഒരു കുട്ടിക്കോ എക്സാം എഴുതാം. +2 കഴിഞ്ഞ് 3-ാമത്തെ വർഷം എഴുതാൻ സാധിക്കില്ല. ഈ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുന്നതിൻ്റെ കൂടെ തന്നെ IIT മദ്രാസിലെ പോർട്ടലിൽ ഒരു ഓൺലൈൻ പോർട്ടൽ ഉണ്ടാവും. അതിൽ BS മെഡിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. SC, ST, PWD വിഭാഗത്തിൽ പെടുന്ന ആളുകൾക്ക് 250 രൂപയും. പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഞാനിവിടെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ +1, +2 ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ആയിരുന്നു. അപ്പോൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. നീറ്റിനൊപ്പം തന്നെ ഞാൻ ഏകദേശം കുറച്ച് ടൈം മാത്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് മാത്സ് ഡെവലപ്പ് ചെയ്ത് ആ മാത്സും പിന്നെ നീറ്റ് കോച്ചിങ്ങും പാരലായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ശരിക്കും അവസാനം എന്താണ് ഇതിനു വേണ്ടി പറ്റിയ ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്തേക്ക് എത്തുന്നത്. ശരിക്കും ഈ ഒരു പാരലായിട്ട് തന്നെ കൊണ്ടുപോകായിരുന്നു ബയോളജി, മാത്സ്. ഇതിൻ്റെ സേഫ് സ്കോർ എത്രയാണെന്ന് പറഞ്ഞാൽ ഐസർ ടെസ്റ്റ് വളരെ
എന്താണ് ഒരു ഇൻകൺസിസ്റ്റൻ്റ് ആയിരുന്ന ഒരു എക്സാം. അത് ഓരോ വർഷം അതിൻ്റെ ടഫ് ടെസ്റ്റ് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇയറിനകത്ത് ഐസൊലേറ്റ് ടെസ്റ്റ് ഭയങ്കര എന്താണ് ഒരു ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു. ബാക്കിയുള്ളതിൻ്റെ ഒരു മോഡൽ തന്നെ ഞങ്ങളുടെ മുമ്പത്തെ ബാച്ചിനകത്ത് ഐസൊലേറ്റ് ടെസ്റ്റ് ഭയങ്കര എളുപ്പമായിരുന്നു. അവരുടെ ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ 240 ഔട്ട് ഓഫ് 240 ആയിരുന്നു. എന്താ ഞങ്ങളുടെ ഇയറിനകത്ത് അത് 220 206 അങ്ങനെ എന്തോ ആയിരുന്നു. അതുകൊണ്ട് ഇത് ഐസൊലേറ്റ് ടെസ്റ്റിനകത്ത് അങ്ങനെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 180 170 ഔട്ട് ഓഫ് 240 അതാണ് കുറച്ച് സേഫ് സ്കോർ എന്ന് ശരിക്കും പറയാൻ പറ്റുക. ഇപ്പോൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു 180 സേഫ് സ്കോറിലേക്ക് എത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 3 സബ്ജക്റ്റ് മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് വൃത്തിക്ക് വളരെ എന്താണ് നല്ലൊരു അഡ്വാൻസ്ഡ് ലെവലിൽ അറിയാതെ നിൽക്കുന്നത് കുഴപ്പമില്ല, വേണി കഷ്ടിച്ച് ചെയ്യാം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിനകത്ത് ഞാൻ ശരിക്കും പറയുക, ശരിക്കും ഒരു സബ്ജക്റ്റിലേക്ക് ബാക്കപ്പ് തന്നെ പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ ഈ ഫിസിക്സ് ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു ബാക്കപ്പ് പോലെ വന്നിരിക്കും മാത്സ് ആണ്. അപ്പോൾ ഫിസിക്സിനകത്ത് ഒരു ലോസ് ചെയ്ത മാർക്കിനെ ഒരു ക്യാച്ചപ്പ് ചെയ്ത് പുഷ് ചെയ്യാൻ വേണ്ടി എനിക്ക് മാത്സ് ഹെൽപ്ഫുള്ളായി. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബയോളജിയുടെ കുറച്ച് ഏരിയാസ് നോക്കി പോകുന്നത് തന്നെയാണ് നല്ലത് ശരിക്കും. അതിനകത്ത് ലോസ് ആവേണ്ട ഒരു മാർക്കിനെ ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 4 സബ്ജക്റ്റ് അറിഞ്ഞിരിക്കണമല്ല, എന്നാലും വളരെ ഡീപ്പായിട്ട് അഡ്വാൻസ് ആയിട്ട് പഠിക്കണമെന്നല്ല, അത് ഭാരമാണ് ഇത് ഫോളോ ചെയ്യുവാൻ. എന്നാൽ ഒരു ഏകദേശം ഒരു അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കുന്നത് ശരിക്കും ഈ ഒരു ബാക്കിയുള്ളതിനകത്ത് മിസ്റ്റേക്ക് വഴിയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു അഡ്വാൻസ് ക്വസ്റ്റൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ള ആ ഒരു സിറ്റുവേഷനകത്ത് ലൂസ് ചെയ്യുന്ന വാക്കിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയി. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കൗൺസിലിങ്ങിന് പങ്കെടുക്കാൻ സാധിക്കും. സാധാരണ 4 റൗണ്ടുകളാണ് കൗൺസിലിങ്ങിന് ഉണ്ടാവാറുള്ളത്. ഇനി സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 36 സീറ്റുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കോഴ്സിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഓപ്പൺ ആവുന്നത് ഏകദേശം മാർച്ച് പകുതിയോട് കൂടിയിട്ടാണ്. ആൻഡ് രജിസ്ട്രേഷൻ എൻഡ് ചെയ്യുന്നത് മെയ് അവസാനമാവുമ്പോഴേക്കാണ്. ഈ ഒരു കോഴ്സിന്റെ ഫീ സ്ട്രക്ചർ പറയുകയാണെങ്കിൽ IIT മദ്രാസിലെ BTech കോഴ്സിനും BS കോഴ്സിനും ഒക്കെ ഒരേ ഫീസ് തന്നെയാണ് വരുന്നത്. ജനറൽ വിഭാഗത്തിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് 1,13,000 രൂപയാണ് ട്യൂഷൻ ഫീസ്. ഇത് ട്യൂഷൻ ഫീസ് മാത്രമാണ്. ഇതിന്റെ പുറമെ ഹോസ്റ്റൽ ഫീ ഏകദേശം 17,000 രൂപയും അതുപോലെ തന്നെ മെസ്സിന് ഒരു ദിവസം 145 രൂപയും വരും. അതായത് ഒരു സെമസ്റ്ററിൽ ഏകദേശം ചെലവ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയായിരിക്കും. എത്ര സീറ്റ് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം അവിടെ ഞങ്ങളുടെ സീനിയർ ബാച്ചും ഞങ്ങൾ 30 സീറ്റുകളാണുള്ളത്. ഞങ്ങളുടെ ജൂനിയർ ബാച്ചിനകത്ത് 36 സീറ്റുകളാണുള്ളത്. അപ്പോൾ അതിനകത്ത് 10 ജനറൽ കാറ്റഗറി അങ്ങനെയാണ് വരുന്നത്. ഞങ്ങളുടെ ജൂനിയേഴ്സിനകത്ത് 36 സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ബാച്ചിന് 36 സീറ്റിനകത്ത് 6 സീറ്റ് ഫീമെയിൽ റിസർവ്ഡാണ്. പിന്നെ മലയാളികളുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സീനിയർ ബാച്ചിന് 3 മലയാളികൾ, ഞങ്ങളുടെ ബാച്ചിനകത്ത് 4 മലയാളം, ഞങ്ങളുടെ ജൂനിയർ ബാച്ചിനകത്തും ഏകദേശം 4 മലയാളികളാണ്. ഞാൻ ഈ പറഞ്ഞ ഫീസിൽ ഓരോ വർഷം തോറും ചെറിയ വ്യത്യാസവും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് കോഴ്സ് സ്ട്രക്ചറിലേക്ക് കിടക്കാം. കോഴ്സുകൾ ഇവിടെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത് പ്രോഗ്രസീവ് ആയിട്ടാണ്. അതായത് ആദ്യത്തെ 1-2 വർഷങ്ങളിൽ ഫൗണ്ടേഷൻ കോഴ്സുകളാണുള്ളത്. മെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ്, ഇലക്ട്രോണിക്സിന്റെ ബേസിക്സ്, മാത്സ് പ്രോഗ്രാമിംഗ്, ഹ്യൂമൻ ഫിസിയോളജി സബ്ജക്റ്റുകളുടെ ഫൗണ്ടേഷൻസ്, ഇതെല്ലാമാണ് 2 വർഷം നമുക്ക് പഠിക്കാനുണ്ടാവുക. 3-ാമത്തെയും 4-ാമത്തെയും വർഷമാണ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കാനുള്ളത്. ഈ വർഷങ്ങളിൽ നമ്മളൊരു റിയൽ മെഡിക്കൽ ടെക്നോളജി കരിക്കുലത്തിലേക്ക് എൻ്റർ ചെയ്യാണ്. ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ബയോമെറ്റീരിയൽസ്, ബയോമെക്കാനിക്സ്, സെൻസേഴ്സ്, ഇമേജിംഗ് പ്രിൻസിപ്പിൾസ്, കമ്പ്യൂട്ടേഷണൽ മെഡിസിൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹെൽത്ത് ഇന്റഗ്രേഷൻ തുടങ്ങിയ ഏരിയകളിലായിട്ട് വിവിധ തരം കോഴ്സുകളാണ് നമുക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് IIT മദ്രാസിന്റെ ഒരു എക്കോസിസ്റ്റം നോക്കാം. നിങ്ങൾ എഴുതുന്ന എക്സാം ഏതും ആയിക്കോട്ടെ, നിങ്ങൾ IIT മദ്രാസിൽ നിന്ന് എടുക്കുന്ന കോഴ്സും ഏതും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു വേൾഡ് ക്ലാസ് എക്കോസിസ്റ്റത്തിലേക്കാണ് എത്തിപ്പെടുന്നത്. നമ്മളിപ്പോ ഫീസ് ഡിസ്കസ് ചെയ്ത സമയത്ത് കുറച്ച് എക്സ്പെൻസീവ് സൈഡിൽ തന്നെയാണ് ഫീസ് വരുന്നത്. ഓരോ സെമസ്റ്ററിലും കൊടുക്കേണ്ട ഫീസ് കുറച്ച് അധികമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന്റെ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ ROI എന്നൊക്കെ പറയില്ലേ, അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർത്ത് ആണ്. കാരണം 500-ലധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ലാബുകൾ, ഇന്ത്യയിലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ഇന്നൊവേഷൻ ഹബ്ബുകൾ, കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ്, മെഡ് ടെക് കമ്മ്യൂണിറ്റികൾ, സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെന്ററുകൾ, ലോകത്തിലെ തന്നെ ഏറ്റവും മുൻനിര യൂണിവേഴ്സിറ്റീസിൽ പഠനവും റിസർച്ചും എല്ലാം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് നമ്മളുടെ പ്രൊഫസേഴ്സ് ആയിട്ടുണ്ടാവുക. അവരൊക്കെ ആയിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് കൈൻഡ് ഓഫ് ഇൻവാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഈ ഒരു കോഴ്സ് കഴിയുകയാണെങ്കിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമുക്ക് നോക്കാം. മെഡ്ടെക്കിലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചേക്കും. AI ഹെൽത്ത് സ്റ്റാർട്ടപ്പുകളിൽ നമുക്ക് അവസരം ഉണ്ടായിരിക്കും. ഹോസ്പിറ്റൽ ടെക്നോളജി ഡിവിഷൻസിൽ നമുക്ക് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ ഈ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം MS,
അല്ലെങ്കിൽ ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിലോ മെഡിക്കൽ AI-ലോ ഒക്കെ PhD ചെയ്യാനും അവസരം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ഒരു കോഴ്സിന് ശേഷമുള്ള കരിയർ എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ് ആൻഡ് ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസും ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ശേഷം എന്തായാലും നമ്മൾ ഈ കോഴ്സ് പഠിച്ച് കഴിയുമ്പോൾ നമ്മൾ എവിടെയാണ് നമ്മുടെ സ്കില്ല് റിസൈഡ് ചെയ്യുക എന്നുള്ളത് ശരിക്കും നമ്മുടെ ചോയ്സ് തന്നെയാണ് കൂടുതലായിട്ടും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ IIT-യുടെ ഒരു കോഴ്സ് കൾച്ചർ എന്നൊക്കെ പറഞ്ഞത് കൂടുതൽ നമ്മുടെ ഡിസിഷനാണ്. 40% കരിക്കുലം നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പോൾ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ ആ റിലേറ്റഡ് കോഴ്സുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ആ കോഴ്സ് ഒന്ന് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഇലക്ട്രോണിക്സിനകത്ത് ഇൻട്രസ്റ്റ് ഞാൻ ഇലക്ട്രോണിക്സ് അതിനകത്തേക്ക് പോകാം. ഇനിയിപ്പോൾ വേറെ എന്താണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഇൻ മെഡിസിനകത്താണ് ഇൻട്രസ്റ്റ് എനിക്ക് കോഴ്സുകൾ എടുത്തിട്ട് അതും മെഡിസിൻ്റെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് പോകാം. ഇനിയിപ്പോൾ മെഡിക്കൽ സയൻസ് ടെക്നോളജിയിൽ ഈ കോഴ്സിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്ത് പോകാം. പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ പേര് ക്ലാസിക്കൽ പ്യൂർ ഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, റിലേറ്റിവിറ്റി അങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഫോളോ ചെയ്തുകൊണ്ട് വേറെ കുറേ പേര് പ്യൂർ ബയോടെക്നോളജി മറ്റേ സിന്തറ്റിക് ബയോളജി ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പ്യൂർ കരിയർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അത് നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ തന്നെയാണ്. നമ്മൾ നമുക്കെന്ത് വേണോ നമ്മളുടെ ഒന്നാമത് ഈ കോഴ്സ് ഭയങ്കര ബ്രോഡായിട്ടുള്ള കോഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തീരെ സ്പെസിഫിക് ആയിട്ട് പോകുന്നില്ല. നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് ഫോളോ ചെയ്ത് നമുക്ക് ഇതിനകത്ത് ബ്രോഡായിട്ട് തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ എന്ത് പഠിച്ചാലും നമുക്ക് ഇതിനകത്ത് ഈ നമ്മുടെ കോഴ്സിനകത്ത് അപ്ലൈ ചെയ്യാനുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇൻട്രസ്റ്റ് പോലെ തന്നെ നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ. നമുക്കിപ്പോൾ ഏത് സബ്ജക്റ്റിലാണ് ഇൻട്രസ്റ്റ് അതിന് അനുസരിച്ചുള്ള എലക്റ്റീവ്സ് എടുക്കാൻ നമുക്ക് സ്വയം പഠിക്കാം. അത് നമുക്ക് നമ്മുടെ കോഴ്സിനകത്ത് നമ്മുടെ കോറിനകത്ത് അപ്ലൈ ചെയ്ത് മുന്നൊരു ആ ഒരു കരിയറും ഫോളോ ചെയ്യണം. നമുക്ക് ചൂസ് ചെയ്യാൻ ശരിക്കും നമ്മൾ നമ്മുടെ എന്ത് സ്കില്ല് നോക്കി ഈ കോഴ്സിലൂടെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ആ കൺഫ്യൂഷൻ ശരിക്കും ഒരു ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന് പാസ്ഔട്ട് ആകുന്നതിന് ബാച്ചാണ് ഉണ്ടായത്. അപ്പോൾ എന്താണ് ഇതിന് ശേഷം എന്താണ് ഒരു അൺസർട്ടനിറ്റി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്നാൽ അതിലൊരു ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും IIT-യുടെ ടാഗ് തന്നെയാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ IIT എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫെയിൽ ചെയ്താലുള്ളൊരു ഇതുണ്ട്. ശേഷം നമ്മൾ അതിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ളൊരു എൻവയോൺമെൻറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. വലിയൊരു ഫർദർ സ്റ്റഡിക്കുള്ളത് അല്ലെങ്കിൽ നല്ലൊരു പ്ലേസ്മെൻ്റ് ഉള്ളത് ഒരു ഗ്യാരണ്ടി ശരിക്കും അവരുടെ ഒരു റെപ്യൂട്ടേഷൻ ശരിക്കും തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫോളോ ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പോൾ റിസർച്ച് ആസ്പിരൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അറ്റ് സം പോയിന്റ് റിസർച്ചിനകത്ത് ഇൻട്രസ്റ്റിലേക്ക് എഞ്ചിനീയറിംഗ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനിവിടെ ഉള്ളൊരു എൻവയോൺമെൻറ്റ് ഇവിടെ ഉണ്ട്. അതൊക്കെ ഏത് ദിശയിലേക്ക് മൂവ് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്യാരണ്ടി തന്നെയാണ്. ആ ഒരു റെപ്യൂട്ടേഷൻ തന്നെയാണ് ശരിക്കും അതിൻ്റെ ആ ഒരു അൺസർട്ടനിറ്റി ശരിക്കും ഒരു റിലീഫായിട്ട് ശരിക്കും വരുന്നത്. ശരിയാണ് ഇപ്പോൾ ഇപ്പോഴും പറയാൻ പറ്റില്ല ശരിക്കും ഇതിന് ശേഷം എന്താണെന്നുള്ളത്. എന്നാൽ അത്യാവശ്യം ഒരു IIT-യുടെ റെപ്യൂട്ടേഷനൊത്തൊരു കരിയർ ശരിക്കും ഉണ്ടാവും തന്നെ ഞാൻ പ്രതീക്ഷിക്കും. IIT മദ്രാസിലെ നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് എന്ന് പറയുന്നത് അവിടുത്തെ BTech ആണ്. നമുക്കിനി BS കോഴ്സും BTech-ഉം തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. BTech എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. BS മെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സയൻസ് ഫസ്റ്റ് ആയിട്ടുള്ള എന്നാൽ എഞ്ചിനീയറിംഗ് ഇമ്പാക്റ്റ് ഉള്ള ഒരു കോഴ്സാണ്. അവിടെയും ഹെൽത്ത് കെയർ, ബയോളജി, ഡിവൈസുകൾ, കമ്പ്യൂട്ടേഷൻ ഇതുപോലെയുള്ള പ്രോബ്ലം സോൾവിങ്ങും വരുന്നുണ്ട്. ഈ കോഴ്സുകൾ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇന്ന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിന് വേണ്ടി എഞ്ചിനീയർമാരെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രഡീഷണൽ കോഴ്സാണ് BTech. എങ്കിൽ എമേർജിങ് ആയിട്ടുള്ള പ്രോബ്ലംസിന് വേണ്ടി എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് കൊടുക്കുന്ന ഒരു സയന്റിസ്റ്റുകളെ ഉണ്ടാക്കാനുള്ള കോഴ്സാണ് BS എന്ന് പറയുന്നത്. ഇനി ഇതിലേതാണ് കൂടുതൽ നല്ലത് അല്ലെങ്കിൽ ഏതാണ് ബെറ്റർ അങ്ങനെയൊന്നുമില്ല. കാരണം ഏത് രീതിയിലുള്ള പ്രോബ്ലമാണ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രാൻഡ് വാല്യൂവിനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ശരിക്കും BTech-ഉം BS-നും പല പല ആസ്പെക്റ്റും ഒക്കെ ശരിക്കും ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് ശരിക്കും IIT പറയാറും ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ടർമ്സ് അതാണ്. അത് ശരിക്കും BTech-ന് തന്നെയാണ് അതിൻ്റെ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത്. ശരിക്കും BTech-കളുടെ ഏതൊക്കെയാണ് ഈ CSNൊക്കെ അവർക്കെല്ലാം വലിയ വലിയ പ്ലേസ്മെൻറ്റ്. അതിന് ശേഷമുള്ള എല്ലാ BTech ബാച്ചും ഏകദേശം എല്ലാം സെയിം ലെവലിൽ തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അതിന് ശേഷം പക്ഷെ എന്നാൽ ആ ഒരു പ്ലേസ്മെൻറ്റിനകത്ത് ശരിക്കും BS-ന് ലിമിറ്റേഷൻ ഉണ്ട്. BS കോഴ്സുകൾ എടുത്തവർക്ക് കുറച്ചുകൂടി ഒരു പ്ലേസ്മെൻറ്റിലേക്ക് എത്താൻ കമ്പനീസൊന്നും നമ്മളെ അപ്രോച്ച് ചെയ്ത് കുറവായിരിക്കും. എന്നാൽ അതിനുശേഷം നമുക്ക് അങ്ങനത്തെ പ്ലേസ്മെൻറ്റ് ഇൻഡസ്ട്രി നമുക്ക് ഇവിടെ തന്നെ IIT തന്നെ ഇൻട്രാ-ഡിസിപ്ലിനറി ഡ്യൂൾ ഡിഗ്രി IEEE എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ BS-നൊപ്പം ഒരു MTech കൂടി എടുത്ത് നമുക്കിപ്പോൾ അങ്ങനെ ഇപ്പോൾ ടെക്നിക്കൽ ഇതിനകത്തേക്കാണ് ഇൻട്രസ്റ്റിങ് അങ്ങനെ ഒരു കരിയർ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഡാറ്റ സയൻസിനാണ് ഇൻട്രസ്റ്റ് എനിക്ക് വേണമെങ്കിൽ BS മെഡിക്കൽ ടെക്നോളജി പ്ലസ് MTech ഡാറ്റ സയൻസ് ഒരു പാസ് ഔട്ട് ആകാൻ പറ്റും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഇതുമുണ്ട്. അപ്പോൾ ഈ ബ്രാൻഡ് വാല്യൂവിൻ്റെ കാര്യം എന്നാൽ ഒരു ഹയർ സ്റ്റഡീസിനാണെങ്കിൽ ശരിക്കും നമ്മളും
കമ്പ്യൂട്ടർ സയൻസ് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഹയർ സ്റ്റഡീസിൽ നമ്മൾ IIT മദ്രാസ് എന്നുള്ളത് നമ്മുടെ ഗ്രേഡ്സോണ് ശരിക്കും അതിന് നമ്മൾ ചെയ്ത പ്രൊജക്റ്റുകൾ നമ്മൾ എന്തോരം റിസർച്ചിന് ഇൻട്രസ്റ്റ് ഉണ്ട്, നമ്മൾ എന്തോരം എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് ശരിക്കും ഏറ്റവും കൂടുതൽ മാറ്റർ ചെയ്യുക നമ്മുടെ ഇതിനപ്പുറത്ത്. ശരിക്കും നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ മെഡിക്കൽ സയൻസ് പഠിച്ച എനിക്കിപ്പോൾ ക്ലാസിക്കൽ ഫിസിക്സിലാണ് ഇൻട്രസ്റ്റിങ്. എനിക്ക് ആ ക്ലാസിക്കൽ ഫിസിക്സിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളത്, ഞാൻ എന്തോരം അതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തോരം പ്രൊജക്റ്റുകൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഒരു ഹയർ സ്റ്റഡീസിൻ്റെ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ പേഴ്സണൽ ഇത് തന്നെയാണ്. IIT തരുന്ന ആ ഒരു ക്യൂസ് റാങ്കിങ്ങിൻ്റെ ആ ഒരു വെയിറ്റ് ഉണ്ടാവും. എന്നാൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ബിറ്റ്വീൻ വലിയ വെയിറ്റ്സ് ഒന്നുമില്ല. എന്നാൽ ഇപ്പോൾ ഒരു പേഴ്സണലി ഇപ്പോൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റും അത്ര ഒരു മോശമല്ല ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരിക്കലും റേറ്റ് ചെയ്തിട്ടാണ്. ഒരുപാട് ബിടെക് ബാച്ചുകൾ കരിക്കുലം വൈസും സ്റ്റുഡൻസിൻ്റെ ഒരു സ്കിൽ വൈസും ഒക്കെ നമ്മളെയൊക്കെ വളരെ പൂറായിട്ടുള്ള കമ്പാരിറ്റീവ്ലി പൂറായിട്ടുള്ള ഇതുണ്ട് ശരിക്കും. ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിനകത്ത് നോക്കുവാണെങ്കിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് തീരെ ഒരു മോശം തന്നെ പറയാം. അപ്പോൾ ഈ കോഴ്സിനെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇത് എന്താന്ന് പറഞ്ഞാൽ ഈ കോഴ്സിൻ്റെ ഒരു സ്ട്രക്ചറിൻ്റെ ഇനീഷ്യൽ കോഴ്സുകൾ അവർ ജസ്റ്റ് ഒരു ബേസിക്സ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു അഡ്വാൻസ് ടോപ്പിക്കിനകത്തേക്ക് പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റുഡൻസ് അത് ചിലവർക്കത് കുറച്ച് ടഫായി. പക്ഷെ എനിക്ക് പേഴ്സൻ്റെ അത് ശരിക്കും ഇഷ്ടപ്പെട്ട പോലെ എന്ന് പറഞ്ഞാൽ ആ ഒരു ബേസിക് ഇപ്പോൾ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾക്കാണെങ്കിൽ ബേസിക് മാത്സ് എന്നിട്ട് പിന്നെ മാത്സിൻ്റെ ആ ഒരു സ്റ്റിക്ക് ചെയ്യാൻ ശരിക്കും ഒരു അഡ്വാൻസ് ടോപ്പിക്കിനകത്തേക്കെല്ലാം പോകുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തിനകത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് ഉള്ളൊരു ബ്രോഡ് നോളജ് ഇപ്പോൾ എല്ലാ ഡൊമൈനകത്തുള്ള ഒരു നോളജ് ഇപ്പോൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ ഒരു ഹൈ തന്നെയാണ്. ഇപ്പോൾ ഈ സിഗ്നൽ പ്രോസസ്സിംഗ്, ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ മാത്സ്, അങ്ങനെ അല്ലെങ്കിൽ അനാറ്റമി, ബയോളജി, ബയോകെമിസ്ട്രി, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ ഇതിനകത്താണെങ്കിലും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ള എന്ന ഒരു എബോവ് അവിടെ കോഴ്സുകൾ എനിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ് കണ്ടിന്യൂ ചെയ്യുകയാണ് ഫർദർ ഇതിനകത്തും. അപ്പോൾ ഒരു ബ്രോഡ് നേച്ചറിനകത്ത് ഒരു എബോവ് ആവറേജ് നോളജ് ആണ് നോക്കി കിട്ടുക. എന്നാൽ ഒന്നിനും വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നോളജിനകത്തേക്ക് അതൊന്നും പോകുന്നില്ല. അത് നമ്മുടെ നേരത്തെ നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മൾ പിൻ പോയിന്റ് ചെയ്യണം. ബാക്കിയുള്ള കോഴ്സുകളൊക്കെ കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു ഡൊമൈനകത്തേക്ക് ഞാൻ കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലൊക്കെ കുറച്ച് കഴിയുമ്പോൾ കൺവേർട്ട് ചെയ്ത് നമ്മുടെ കോഴ്സിനെ ശരിക്കും കൺവേർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ടോപ്പിക്സിനും അവിടെ ഇവിടെ ഒരു ഭയങ്കരമായിട്ട് ബ്രാഞ്ചസ് ശരിക്കും കോഴ്സിൻ്റെ ഇത് പഠിക്കുന്ന ടെക്നോളജി എന്ന് പറഞ്ഞ സാധനം തന്നെ പുതിയ സാധനം വളരെ വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെയാണ് ശരിക്കും ഈ ഒരു ഇഷ്യൂ വരുന്നത്. പക്ഷെ അത് നമ്മുടെ ഇത് വെച്ച് നമ്മുടെ വർക്ക് അനുസരിച്ച് നോക്കുന്നത് അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ലിമിറ്റേഷൻ എന്ന് പറയാൻ പറഞ്ഞാൽ ശരിക്കും എലക്റ്റീവ്സിൻ്റെ കാര്യത്തിനകത്താണ്. അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ 3 സെമസ്റ്ററുകളിൽ അല്ലെങ്കിൽ 4 സെമസ്റ്ററിനകത്ത് ശരിക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടി എലക്റ്റീവ്സിനകത്ത് ഫ്രീഡം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ സെമസ്റ്റർ ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഒരു എലക്റ്റീവ്, ഇപ്പോൾ തേർഡ് സെമസ്റ്ററിൽ 2 എലക്റ്റീവ് എനിക്ക് എടുക്കാൻ പറ്റും. അടുത്ത സെമസ്റ്ററിലും മിക്കവാറും 2 എലക്റ്റീവ് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ അതേസമയം അവർക്കിപ്പോൾ ഒന്നോ 2, 3 എലക്റ്റീവ്സ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഈ വരുന്ന സെമസ്റ്റർ വരെ. അതുകൊണ്ട് തന്നെ റിലേറ്റീവ്ലി അപ്പോൾ ഈ സെമസ്റ്ററിൽ പിന്നെ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട്. പക്ഷെ അവർക്ക് പിന്നെ ചില സെമസ്റ്ററിൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. എലക്റ്റീവ്സ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഡെഡിക്കേറ്റ് തരുന്നത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് ഇരിക്കില്ല. ഞങ്ങൾക്ക് എല്ലാ സെമസ്റ്ററിലും കോഴ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ എലക്റ്റീവ്സ് പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടി അതും പക്ഷേ വളരെ ഇഷ്യൂസ് തന്നെ പറയാൻ പറ്റില്ല. അവർക്ക് 4 എലക്റ്റീവ് എടുക്കാൻ പറ്റുമ്പോൾ നമുക്കൊരു 3 എലക്റ്റീവ് എടുക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ പിന്നെ വരുന്നത്. പക്ഷെ അത് ഈ ഒരു സമയത്ത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഈ അവസാനം ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ടൈറ്റ് ചെയ്യേണ്ടി വരുന്നൊരു ഇതേ ഉള്ളൂ. വേറൊരു ലിമിറ്റേഷൻ ആയിരിക്കും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷനിലേക്കുള്ള ആൾക്കാരോട് ഞാൻ പൊതുവെ റെക്കമെൻഡ് ചെയ്യുക, ഇപ്പോൾ ഞാൻ പേഴ്സണലി ഈ കോഴ്സ് റെക്കമെൻഡ് ചെയ്യുക. കാരണം അതൊരു സ്റ്റേറ്റിനകത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഫീൽ ഈ ഒരു മെഡിസിന് പോകണോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകണോ എന്നുള്ള ഒരു കൺഫ്യൂഷനകത്ത് എനിക്ക് എല്ലാത്തിനും കുഴപ്പമില്ലാത്തൊരു ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷനകത്തേക്ക് വരുന്നു ഞാനും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ കോഴ്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്യും. പിന്നെ അതിനപ്പുറത്ത് എനിക്ക് ഒരു ലെയർ കൂടി ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ കോഴ്സിന് എൻറോൾ ചെയ്ത ആൾക്കാരെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഇവരോട് മലയാളികളൊക്കെ പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് അവരെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. അവർക്ക് എങ്ങനെ ഫീൽ ചെയ്തതെന്ന് പറയുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും ശരിക്കും നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അത് ഈ കോഴ്സ് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാണെങ്കിൽ അങ്ങനെ പേഴ്സണലി ഇപ്പോൾ അങ്ങനെ സംസാരിച്ചാൽ പിന്നെ ഞാനും എൻ്റെ സീരിയസിൽ 2 പേരെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വാട്ട് ഐ എക്സ്പെക്ട് ദിസ് കോഴ്സ് ക്യാൻ പ്രൊവൈഡ് എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ കോഴ്സ് എടുത്തത്. അപ്പോൾ നിങ്ങളും അങ്ങനത്തെ കൺഫ്യൂഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഇവർ കോൺടാക്ട് ചെയ്യുക. പിന്നെ കരിക്കുലമൊക്കെ രീതി നോക്കി നിങ്ങൾക്ക് അതിനകത്തൊരു ഒരു ദിസ് ഈസ് ഫോർ യു എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് ഫോളോ ചെയ്ത് പോവുക. അതാണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് ഇതിനകത്ത് മാത്രമാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഒരു എഞ്ചിനീയറിംഗ് ഇതിനകത്തുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇവിടെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്ത് പോവുക. അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എങ്ങാനും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പോയിട്ട് എന്നാൽ മെഡിസിനകത്താണ് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എങ്കിൽ ഈ പറഞ്ഞ MBBS എടുത്തു പോയിട്ട് പിന്നെ അതിന് ശേഷം മാസ്റ്റേഴ്സോ ഇങ്ങനെയും ഇങ്ങനത്തെ അബ്രോഡിനകത്തൊക്കെ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു ഇതുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ മാസ്റ്റേഴ്സ് അത്ര എസ്റ്റാബ്ലിഷ്ഡ് അല്ല, പക്ഷേ അബ്രോഡൊക്കെ നല്ലോണം ഈ ഇങ്ങനത്തെ
മെഡിക്കൽ ടെക്നോളജി മാസ്റ്റേഴ്സ് എന്ന് ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അങ്ങനെ അതിന് ആ ഒരു കരിയർ പെർസ്യൂ ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങളുടെ ഇൻട്രസ്റ്റ് പക്ക സെൻറ്ററിലാണ് അതിൽ ചെയ്യുകയാണെങ്കിൽ ശരി ഈ കോഴ്സ് റെക്കമെൻഡ് ചെയ്ത് എഞ്ചിനീയറിംഗിനകത്തേക്കാണ് മെഡിസിനകത്തേക്ക് കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആ കരിയർ ഫോളോ ചെയ്തിട്ട് പിന്നെ ഇതിനകത്ത് പിന്നെ ഇതിന് ശേഷം ഗ്രാജുവേഷൻ ശേഷം ഇൻട്രസ്റ്റ് റിമീൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തെ മാസ്റ്റേഴ്സ് നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് ഫോളോ ചെയ്ത് പോകും. അപ്പോൾ ഇത് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ആൻഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പോൾ ഇത് ഞാൻ പറയാം. ഞാനിപ്പോൾ നീറ്റ് കോച്ചിങ് ആയതുകൊണ്ട് തന്നെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നല്ല തറവായിട്ട് തന്നെ ഫോളോ ചെയ്ത് പോയി. പിന്നെ അതിൻ്റെ ഒപ്പം മാത്സ് ഞാൻ ഒരു ഫസ്റ്റ് ഇയറിൻ്റെ പറഞ്ഞതോടെ തന്നെ ഞാൻ ഇതിൻ്റെ എന്താണ് പ്ലസ് 1 പറഞ്ഞതോടെ തന്നെ ഞാൻ ഫോളോ ചെയ്യും. മാത്സും എൻ്റെ ഫ്രണ്ട്സ് ഓൺലൈൻ ക്ലാസ് കാണുന്നത് അവരുടെ ഒപ്പം ഈ അഡ്മിഷൻ പ്രിപ്പയർ ചെയ്യുന്ന അവരുടെ ഒപ്പം ജോയിൻ ചെയ്ത് ഞാൻ അതുകൂടി പാരലി കൊണ്ടുപോകാൻ ശ്രമിച്ചു. അങ്ങനെ കൊണ്ടുപോയി എങ്ങനെയാണ് അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ശരി മാത്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് റൂമിലാണെങ്കിൽ ഞാൻ ശരിക്കും അഡ്വൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പ്രിപ്പയർ ചെയ്ത ആളാണെങ്കിൽ മാത്സിൻ്റെ ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉണ്ട് ശരിക്കും ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സ് ഇപ്പോൾ വെക്ടർ, റെക്ട്രോളജി, ഇപ്പോൾ 3D, മെട്രിസസ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ഇൻറ്റഗ്രേഷൻ ഈ 5 ചാപ്റ്ററിൽ നിന്ന് മിക്കവാറും ഓരോ ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു 5 ക്വസ്റ്റ്യൻസ് നിൽക്കൊരു അല്ലാത്തിപ്പോൾ ഇൻറ്റഗ്രേഷൻ കോംപ്ലക്സ് നമ്പർ റിലേറ്റീവ്ലി നല്ല ടഫാണ് പഠിച്ചെടുക്കാൻ. എന്നാൽ വെക്ടർ 3D മെട്രിക്സ് കുറച്ചുകൂടി എളുപ്പമാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും അവരിതിനകത്ത് പ്രിപ്പയർ ചെയ്ത് പോകണം. ഇപ്പം അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എനിക്ക് തോന്നുന്നത് ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് ആ ഒരു ടോപ്പിക്സിനകത്ത് നിങ്ങൾക്ക് ഷുവറായിട്ട് മിക്കവാറും ആൻസർ ചെയ്യാൻ പറ്റും. കൂടുതൽ പറഞ്ഞ വെക്ടർ 3D, ലീനിയർ ഇക്വേഷൻ, പിന്നെ സർക്കിൾസ് കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ ഇതും കോൺസ്റ്റേഷൻ വളരെ ടഫായിട്ടുള്ള ടോപ്പിക് അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ മെട്രിക്സ് ഈ കുറച്ച് സാധനങ്ങളാണ് ശരിക്കും ഞാൻ ഇപ്പോൾ ശരി കോൺസെൻട്രേറ്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ബയോളജി ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്, ഫിസിക്സ് കെമിസ്ട്രി മാക്സിമം പ്രിപ്പയർ ചെയ്ത് ബയോളജി ആണ് നിങ്ങൾ സൈഡായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിൽ ബേസിക് ബയോളജി പഠിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ബയോളജി എന്ന സാധനം എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ്, എവല്യൂഷൻ, പിന്നെ പറയുക ബയോടെക്നോളജി, ഓർഗാനിസം പോപ്പുലേഷൻ അങ്ങനെ ഓരോ കോഴ്സുകൾ അങ്ങനത്തെ കുറേ ചാപ്റ്ററാണ്. എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവൽ പക്ക ഒരു ബയോട്ടിക് ബയോളജിക്ക് അപ്പുറം ഇത് കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ബയോളജി കാണപ്പെടുന്ന ആ ഒരു ഇതിനകത്ത് ആ ഒരു സബ്ജക്റ്റുകൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യുക അതായിരിക്കും എൻ്റെ റെക്കമെൻഡേഷൻ. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത് BS മെഡിക്കൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ്. നമ്മളുടെ ചുറ്റും ഒരുപാട് പുതിയ അവസരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള പാതയിലൂടെ മാത്രമേ നമ്മൾ പോകൂ എന്നൊന്നും വിചാരിക്കരുത്. ഇതുപോലെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്റർഡിസിപ്ലിനറി കോഴ്സുകളും നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കോഴ്സിന്റെ സീറ്റിന്റെ എണ്ണം നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയുള്ള BTech കോഴ്സിനെക്കാട്ടിലും വളരെയധികം കുറവാണ് സീറ്റിന്റെ എണ്ണം. അതിനർത്ഥം അത്രയും വാല്യൂ ഡെലിവർ ചെയ്യുന്ന ഒരു കോഴ്സാണ്, അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള കോഴ്സാണ് ഇത് എന്നാണ്. നമ്മളുടെ ലോകത്തിന് ക്യൂരിയസ് ആയിട്ടുള്ള മെഡിക്കൽ സയൻസിൽ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരാനുള്ള സ്റ്റുഡൻസിനെയും സയന്റിസ്റ്റുകളെയൊക്കെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു കോളേജ് ടാഗിന് വേണ്ടിയല്ല നിങ്ങൾ ഈ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്യേണ്ടത്. ഒരു പേർപ്പസോട് കൂടിയിട്ട് വേണം നിങ്ങൾ ഈ കോഴ്സിൽ എത്തിച്ചേരാൻ. ജീവൻ രക്ഷിക്കാനായിട്ടുള്ള ഡിവൈസുകൾ ബിൽഡ് ചെയ്യുന്നതും അസുഖങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയാനുള്ള ടെക്നോളജി ഡിസൈൻ ചെയ്യുന്നതും ഹെൽത്ത് കെയർ റെവല്യൂഷനൈസ് ചെയ്യുന്ന AI ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സയന്റിസ്റ്റ് ഒക്കെ ആയിക്കൊണ്ട് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളാവുകയാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ കോഴ്സ്. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.